ഹായ് ഓൾ. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിഫറൻസിയേഷനിലെ റൂൾസ് ആണ്. അപ്പോൾ നമ്മൾ സം റൂൾ കണ്ടു, പ്രോഡക്റ്റ് റൂൾ കണ്ടു, ഒരു കോൺസ്റ്റന്റ് വരുമ്പോൾ എങ്ങനെയാണ് ഡിഫറൻസിയേഷൻ ചെയ്യാമെന്ന് കണ്ടു. അതുപോലെ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പൽ യൂസ് ചെയ്തിട്ട് കുറച്ച് ഡെറിവേറ്റീവ്സ് ഒക്കെ ഡിറൈവ് ചെയ്തു. ഇനി വി ആർ മൂവിങ് ഓൺ ടു അനദർ ടൈപ്പ് ഓഫ് റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ. അപ്പം ഡിഫറൻസിയേഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വേറെ ടൈപ്പ് ഓഫ് റൂളാണ് കോഷ്യന്റ് റൂൾ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സപ്പോസ് വി ഹാവ് ടു ഫംഗ്ഷൻ ഓഫ് എസ്. എക്സിന്റെ രണ്ട് ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. വൺ ഇസ് യു ആൻഡ് വൺ ഈസ് വി. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ദേ ആർ ഡൂയിങ് ഇസ് സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് വി into differentiation of first function minus u into differentiation of second function the whole divided by v square. V square means the second function the square. അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷന്റെ കൂടെ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡിഫറൻസിയേഷൻ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിനെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് സെക്കൻഡ് എന്ന് ഡിഫറൻസ് കണ്ടിട്ട് അതിനെ സെക്കൻഡ് ഫംഗ്ഷന്റെ സ്ക്വയർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെയാണ് നമുക്ക് ഒരു ഡിവിഷൻ, അതായത് ഇങ്ങനത്തെ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് എളുപ്പം. ഓക്കെ, സോ നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, അപ്പം മനസ്സിലാവും. സപ്പോസ് വി ആർ ഗിവൺ എ ഫംഗ്ഷൻ y is equal to, ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, y is equal to x by log x. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഫംഗ്ഷൻ ഓഫ് എക്സ്. സോ വി നീഡ് ടു ഗെറ്റ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ ലോഗ് എക്സ്. ഓക്കെ, അതായത് നമുക്ക് y1 എന്ന് പറഞ്ഞ ഡെറിവേറ്റീവ്, അല്ലെങ്കിൽ നമ്മൾ എന്താ നോർമലി എഴുതാറ് dy by dx, അത് കാണണം. സോ അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പൽ dy by dx എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? നോക്കൂ, സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഇത് നമ്മുടെ യു ആണ്, ഇത് വി ആണ്. അപ്പം വി ഇൻറ്റു, അതായത് സെക്കൻഡ് ഫംഗ്ഷൻ എന്താ, ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് യു ഇൻ ദ സെൻസ് എക്സ് മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ, അതായത് ലോഗ് എക്സിന്റെ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ഇനി ലോഗ് എക്സ് ഇൻറ്റു വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് 1. അത് നമുക്കറിയാം. ഇനി ഞാൻ വീണ്ടും അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നില്ല, നമുക്കറിയാം ദ റൂൾസും പ്രിൻസിപ്പിൾസ് ഒക്കെ. സോ ഇറ്റ് ഈസ് 1 മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്. What is the derivative of log x? We already know it is 1 by x. The whole divided by log x the whole square. Okay. അപ്പോൾ നമുക്ക് ഈ 1ഉം ഈ എക്സും ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ന്യൂമറേറ്റർ എന്തായി? ഇറ്റ്സ് ലോഗ് എക്സ് മൈനസ് 1 the whole divided by log x square. സോ ഇതാണ് നമ്മുടെ റിസൾട്ട്. ഓക്കെ, അപ്പൊ അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയാണ് നമ്മൾ കോഷ്യന്റ് റൂൾ വെച്ചിട്ട് ഡിഫറൻസിയേഷൻ ചെയ്യാം. ഇതിപ്പോ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് കുറച്ചും കൂടിയും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, സപ്പോസ് വി ആർ ഗിവൺ എ ഫംഗ്ഷൻ ലൈക്ക് y is equal to 2x plus 3 the whole square divided by x to the power 7 by 3. ഇതിന്റെ ഡെറിവേറ്റീവ് കാണണം നമുക്ക്. ഓക്കെ, അപ്പൊ y ഡാഷ് കാണണം. സോ വാട്ട് വി ഹാവ് ടു ഡു ഈസ്, ഇതാണ് നമുക്കറിയാം നമ്മുടെ u, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ എക്സ്. ഇത് നമ്മുടെ v ആയിട്ട് നമ്മൾ എടുത്തു, അതായത് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ എക്സ്. സോ y ഡാഷ് മീൻസ് dy by dx ദാറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇപ്പൊ മിസ്റ്റേക്ക് ആവണ്ട, y ഡാഷ് എന്ന് വന്ന് I will write it like dy by dx that is equal to v into v means x to the power 7 by 3 into d by dx of 2x plus 3 the whole square. Okay, minus 2x plus 3 the whole square into
dy dx of x to the power 7 by 3 the whole divided by x to the power 7 by 3 the whole square. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി അപ്പോൾ നമുക്ക് ആദ്യത്തെ ടേം എടുക്കുമ്പോൾ ഡെറിവേറ്റീവ് കാണേണ്ടത് എന്തിന്റെയാണ്? 2x plus 3 the whole square. സോ ഇത് സോൾവ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്ത് സോൾവ് ചെയ്യുന്ന ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പം അത് നമുക്കിനി ഫർദർ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഫോർ കൺവീനിയൻസിന് വേണ്ടി ബിഗിനിങ് ആയതുകൊണ്ട് വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു നീഡ് ടു സിംപ്ലിഫൈ ഓർ എക്സ്പാൻഡ് ദിസ്. ദാറ്റ് ഈസ് 2x plus 3 the whole square. അപ്പോൾ ഇത് ഏകദേശം യു ക്യാൻ ബി ഇതിനെ എന്തിനോട് ഈക്വലന്റ് ആക്കാം? ദാറ്റ് ഈസ് a പ്ലസ് ബിന്റെ ഈക്വൽ ആക്കാം. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. സോ വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് a പ്ലസ് ബി ഹോൾ സ്ക്വയർ? എന്താണ് എക്സ്പാൻഷൻ? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഇവിടെ എന്താണ് a സ്ക്വയർ? ദാറ്റ് ഈസ് 4x സ്ക്വയർ പ്ലസ് 2 into 2x into 3 that is 12x plus 9. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? കുറച്ചും കൂടിയും ഈ ഒരു ടേമിനെ എക്സ്പാൻഡ് ചെയ്തു. എന്തിനാണ്? സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഫോർ ടൈം ബീങ് യു ഡു ദിസ് ഇൻ ദിസ് വേ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഈസിയർ ആയിട്ടുള്ള മെത്തേഡ്സ് പറഞ്ഞു തരാം. സോ ദ ക്വസ്റ്റ്യൻ വിൽ ബി ലൈക്ക് x to the power 7 by 3 into d by dx mean derivative of 4x square plus 12x plus 9 minus 2x plus 3 the whole square into d by dx of x to the power 7 by 3 the whole divided by x to the power 7 by 3 the whole square. I think you get the idea. Okay, then next step. So ഇതിനെ x to the power 7 by 3 write it like itself. Then ഇവിടെ 4x square plus 12x plus 9ന്റെ ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത്. So we can use the sum rule. What is the d by dx of 4x square? എന്താണ് ഈ ഡെറിവേറ്റീവ്? ഇൻഡിവിജ്വലി ഓരോ സിംഗിൾ ടേമിലും നമുക്ക് അപ്ലൈ ചെയ്യാം. സോ സേ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് 4x സ്ക്വയർ? 4 ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ? വി നോ ദാറ്റ് ഇറ്റ് ഈസ് 2x to the power 1. Okay, plus what is the d by dx of 12x? So 12 is a constant coefficient, take it outside. So it will be like d by dx of x, that is 1. Plus, what is the d by dx of 9? Means d by dx of a constant coefficient, that is 0. അപ്പോൾ ഈ ഓരോ ടേമിന്റെയും ഡെറിവേറ്റീവ് കണ്ടു. 4x സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 കോൺസ്റ്റന്റ് ആയ കാരണം പുറത്തേക്ക് എടുത്തു. പിന്നെ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 2x. ദെൻ 12x 12 പുറത്തേക്ക് എടുത്തു, കോൺസ്റ്റന്റ് ആയ കാരണം എക്സിന്റെ ഡെറിവേറ്റീവ് ഈസ് 1. ഓക്കെ, ഹിയർ 9ന്റെ ഡെറിവേറ്റീവ് മീൻ 9 ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ദ ഡെറിവേറ്റീവ് ഈസ് 0. Then minus, moving on to the second term in our differentiation, write 2x plus 3 the whole square itself. Then what is the derivative of x to the power 7 by 3? That is like x to the power n. So endana? That is 7 by 3 into x to the power 7 by 3 minus 1. Endana 7 by 3 minus 1? That is 4 by 3. Then what is our denominator? The whole divided by x to the power 7 by 3 the whole raised to whole square. Okay. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ഷോർട്ടൺ ചെയ്യാം. അതായത് ഇവിടെ 4 into 2x എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് 8x എന്ന് എഴുതാം. ദെൻ ഹിയർ ഇറ്റ് ഈസ് 12 പ്ലസ് 0 കളയാം. സോ നമ്മുടെ ഈ ടേം 8x പ്ലസ് 12 എന്നുള്ള രീതിയിലായി. മൈനസ് 2x പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ റിസൾട്ട്. ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫർദർ ഇതിനെ ഇനിയും ചെറുതാക്കാം. അപ്പൊ അതിന്റെ ആവശ്യമില്ല, ഇത്രത്തോളം തന്നെ മതി. ഇനി want to another problem. We are given a function
f of x is equal to x minus 1 into x minus 5 the whole divided by x plus 2 into x plus 1. ഇങ്ങനെ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സോ വി നീഡ് ടു ഗെറ്റ് ദ ഡെറിവേറ്റീവ് ഓർ എഫ് ഡാഷ് എക്സ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. സോ ആദ്യം തന്നെ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് നമ്മുടെ യു ആണ് ആൻഡ് ടേക്ക് ഇറ്റ് ആസ് വി. നമ്മൾ ആദ്യം തന്നെ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ കുറച്ച് നമുക്ക് കൺവീനിയന്റ് ആയിട്ട് ചെയ്യാം. സോ what is x minus 1 into x minus 5? You will get it like cross multiply, multiply each term with other. X square minus 5x minus x plus 5. അപ്പോൾ എന്താ കിട്ടുക? x square minus 6x plus 5. അപ്പം നമ്മൾ ന്യൂമറേറ്ററിലെ ടേമിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അതുപോലെ ഡിനോമിനേറ്റർ ടേം എക്സ്പാൻഡ് ചെയ്യുക. So x square plus x plus 2x plus 2 and that is x square plus 3x plus 2. Okay. Denominator നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഇനി ഡയറക്ട്ലി നമ്മൾ ക്വോഷ്യൻ റൂളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സോ വാട്ട് ഇസ് ക്വോഷ്യൻ റൂൾ? ആക്ച്വലി വി നോ ദാറ്റ് എഫ് ഡാഷ് എക്സ് എന്താണ്? യു വി ഇൻറ്റു വി എന്താണ് നമ്മളോട് എക്സ്പാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 ദാറ്റ് ഈസ് വി ഇൻറ്റു വി നീഡ് ടു ഗെറ്റ് ദ ഡി ബൈ ഡി എക്സ് ഓഫ് വാട്ട്? യു. യു ഈസ് എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 5 മൈനസ് then u into what is our u? X square minus 6x plus 5 into d by dx of what is our v? Differentiation of v. V means x square plus 3x plus 2 the whole divided by x plus 2 whole square x plus 1 whole square. അത് നമ്മൾ ഈ എക്സ്പാൻഷൻ സ്ക്വയർ ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല. അതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ. വി ആർ ഡൂയിങ് നത്തിങ് വിത്ത് ദിസ്. അപ്പോൾ അത് അവിടെ തന്നെ കിടക്കട്ടെ. നമ്മൾ അതങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നില്ല. ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഈ ടേം എടുക്കുകയാണ്. സോ ദിസ് ടേം എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 ദാറ്റ് ഈസ് itself, write it itself. Then we need to get the derivative of x square minus 6x plus 5. So ഓരോ ഇൻഡിവിജ്വൽ ടേമിന്റെയും ഡെറിവേറ്റീവ് എടുക്കുക. What is the derivative of x square? നമുക്കറിയാം 2x. Minus what is the derivative of 6x? We know 6 into 1 means 6 is the constant coefficient. Take it outside. Derivative of x is 1. Plus what is the derivative of a constant? 0. So no need to write it. Then minus second term x square minus 6x plus 5 into derivative of x square. What is d by dx of x square? 2x plus what is d by dx of 3x? Simply 3. And what is derivative of a constant? 0. So no need to write it. So these are the two terms in the numerator. The whole divided by denominator, that is x plus 2 the whole square into x plus 1 the whole square. Okay. ഇനി നമ്മൾ ന്യൂമറേറ്ററിനെ സിംപ്ലിഫൈ ചെയ്യാം. So first you need to expand this term, then this term. So what is the expansion of this? We will get it like 2x cube minus 6x square plus 6x square minus 18x plus 4x minus 12. So this is the expansion of
multiplying this term with this term. Then minus of x square into 2x is 2x cube. അപ്പോൾ ഈ ഒരു മൈനസ് ഉണ്ട്, അതിനെ നമ്മൾ ഇതിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ ദാറ്റ് ടേം വിൽ ബി മൈനസ് 2x ക്യൂബ്. ദെൻ എക്സ് സ്ക്വയർ ഇൻറ്റു 3 ഈസ് 3x സ്ക്വയർ. സോ ഈ മൈനസ് വരുമ്പോൾ മൈനസ് 3x സ്ക്വയർ. ദെൻ മൈനസ് 6x ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ മൈനസ് 12x സ്ക്വയർ ആണ്. അതിന്റെ കൂടി മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഇറ്റ് ലൈക്ക് 12x സ്ക്വയർ. ദെൻ മൈനസ് 6x പ്ലസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് 18x ആണ്. പിന്നെ ഈ മൈനസ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 18x. ദെൻ അഗെയിൻ 5 ഇൻറ്റു 2x ഇസ് 10x. അതിന്റെ കൂടി മൈനസ് കൊടുക്കുമ്പോൾ മൈനസ് 10x. ദെൻ 5 ഇൻറ്റു 3 ഇസ് 15. ഈ മൈനസ് വരുമ്പോൾ മൈനസ് 15. സച്ച് എ ബിഗ് ടേം, the whole divided by our denominator x plus 2 the whole square into x plus 1 the whole square. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഈ 2x ക്യൂബും ഈ മൈനസ് 2x ക്യൂബും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ മൈനസ് 6x സ്ക്വയറും പ്ലസ് 6x സ്ക്വയറും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി നോക്കുക സ്ക്വയർ ടേമുകൾ ഏതൊക്കെയാണുള്ളത് നോക്കുക. സോ വി ഹാവ് minus 3x square plus 12x square, that is 9x square. അപ്പോൾ എക്സ് സ്ക്വയറുള്ള ടേം നമ്മൾ ജോയിൻ ചെയ്തു. ഇനി എക്സ് ഉള്ള ടേമുകൾ മൈനസ് 18x പ്ലസ് 4x, അതായത് മൈനസ് 14x. മൈനസ് 14x ഇവിടെ കിട്ടും. അതുപോലെ ഇവിടെ മൈനസ് 14xും ഇവിടെ വരിക 8xും കൂടി ചെയ്യുക. ദാറ്റ് ഇസ് മൈനസ് 12 മൈനസ് 15, ദാറ്റ് ഇസ് മൈനസ് 27. The whole divided by our denominator is x plus 2 the whole square into x plus 1 the whole square. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിന്ന് 3 എടുക്കാം. ഈ 3 ടേമിലും 3 കോമൺ ആണ്. സോ ടേക്ക് 3 ഔട്ട്സൈഡ്. സോ 3 into 3x square minus 2x minus 27 അല്ല മീൻ 9 the whole divided by x plus 2 the whole square into x plus 1 the whole square. This is enough. ഇത്രയും നമ്മൾ ചെറുതാക്കിയാൽ മതി.